പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് പൊൻകുന്നത്ത് ആവേശകരമായ സ്വീകരണം. രാവിലെ പാലായിലെയും ഈരാറ്റുപേട്ടയിലെയും സ്വീകരണങ്ങൾക്ക് ശേഷമാണ് പുതുയുഗയാത്ര പൊൻകുന്നത്ത് എത്തിയത്. നേതാക്കളുടെയും ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെയും അകമ്പടിയിൽ തുറന്ന വാഹനത്തിൽ പ്രതിപക്ഷ നേതാവ് എത്തി. വർണ്ണ ബലൂണുകളും ചെണ്ടമേളവും ജാഥയെ കൊഴുപ്പിച്ചു. അത് വാങ്ങാൻ പണമില്ല. എങ്ങനെയാണ് ഇവിടുത്തെ ആരോഗ്യരംഗം മെച്ചപ്പെടുന്നത്? കിട്ടുന്ന പണം ഹോസ്പിറ്റലിൽ പ്രവർത്തകർ നിറഞ്ഞ ആവേശത്തിലാണ് പ്രതിപക്ഷ നേതാവിനെ വേദിയിൽ എത്തിച്ചത്. രാജേന്ദ്ര മൈതാനിയിൽ നടന്ന യോഗത്തിൽ UDF കാഞ്ഞിരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി അധ്യക്ഷനായി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കഴിഞ്ഞ 10 വർഷമായുള്ള ദുർഭരണത്തിന് കേരളത്തിൽ അന്ത്യം കുറിക്കുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത പ്രചരണം കേരളത്തിൽ നടക്കുന്നു. 6 ലക്ഷം കോടിയുടെ കടബാധ്യതയാണ് മലയാളികളുടെ തലയിലുള്ളത്. ഇടതുഭരണം തകർത്ത സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. നമ്മളെ പുനരുജ്ജീവിപ്പിക്കും. മികച്ച ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട്, തന്ത്രപരമായ നികുതി ഭരണം കൊണ്ട്, കാർക്കശ്യം നിറഞ്ഞ നിലപാടുകൾ കൊണ്ട് ഖജനാവിന്റെ ചോർച്ചയടച്ച് ഈ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഇപ്പോൾ പൂച്ചവെറ്റ് കിടക്കുന്ന കേരളത്തിന്റെ ഖജനാവിൽ നമ്മൾ പണം കൊണ്ട് നിറയ്ക്കും. ഖജനാവ് നിറയ്ക്കലാണ് ഒരു സർക്കാരിന്റെ ആദ്യത്തെ ജോലി. എന്നിട്ട് പാവപ്പെട്ടവരെയും സാധാരണക്കാരനെയും ചേർത്ത് നിർത്തി അവന്റെ സങ്കടങ്ങൾ മാറ്റി, അവന്റെ കണ്ണീര് തുടച്ച്, അവന്റെ ജീവിത നിലവാരം ഉയർത്തി നമ്മൾ ഈ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റി. ആരോഗ്യമേഖലയെക്കുറിച്ച് ഏറ്റവും മോശമായ അഭിപ്രായമാണിപ്പോൾ. UDF അധികാരത്തിലെത്തിയാൽ ആരോഗ്യരംഗത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. എത്രമാത്രം മോശമായ വാർത്തകളാണ് ആരോഗ്യരംഗത്തെ കുറിച്ച് വരുന്നത്. എന്നിട്ട് അവർ എന്താ പറയുന്നത്? ഈ ഗവൺമെന്റ് വെന്റിലേറ്ററിൽ കിടക്കുന്ന ആരോഗ്യ കേരളത്തിനെ നമുക്ക് ആരോഗ്യവതിയാക്കി നടത്തണ്ടേ? അതിനായി നമ്മൾ ഹെൽത്ത് കമ്മീഷൻ രൂപീകരിച്ച് 300 ഡോക്ടർമാരുടെ കോൺക്ലേവ് നടത്തി 600ഓളം ഡോക്ടർമാരുമായി ആശയവിനിമയം നടത്തി കേരളത്തിന്റെ മുമ്പാകെ ഒരു നോളജ് അസറ്റ്, ഒരു ജ്ഞാന സമ്പത്ത് പോലെ ഒരു ആരോഗ്യ രേഖ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ നിങ്ങളോടൊരു ഉറപ്പ് പറയുന്നു, അത് നമ്മൾ നടപ്പാക്കും. അത് നടപ്പാക്കുമ്പോൾ ലോകരാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ചികിത്സ തേടി നമ്മുടെ കേരളത്തിലെത്തുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി നമുക്ക് നമ്മുടെ കേരളത്തെ മാറ്റാൻ കഴിയും. ആന്റണി MP മുഖ്യപ്രഭാഷണം നടത്തി. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെപ്പോലും കടക്കാരനാക്കി മാറ്റുന്ന ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും ആന്റണി പറഞ്ഞു. കേരളം സമ്പൂർണ്ണമായി തകർത്തൊരു ഭരണം. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും 2 ലക്ഷം രൂപയെ കടക്കാരനാക്കിയ ഭരണകൂടം. പാവപ്പെട്ട നവകൃഷിക്കാർ, പാവപ്പെട്ട കർഷകർ, അവരുടെ നേരെ മുഖം തിരിഞ്ഞു നിന്നൊരു ഗവൺമെന്റ്. എല്ലാ മേഖലയും തകർത്ത ഒരു ഭരണകൂടത്തോടുള്ള പ്രതികാരം മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ജനങ്ങളാണ് ഇവിടെയുള്ളത്. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, നേതാക്കളായ KC ജോസഫ് വാഴക്കൻ, മോൻസ് ജോസഫ് MLA, ജോഷി ഫിലിപ്പ്, ജിജി അഞ്ചാനി, സേവ്യർ മൂലകുന്ന്, സേതു മാന്താടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.